അശ്വതി നക്ഷത്രക്കാർക്ക് 2026-ലെ പൊതുഫലങ്ങളെക്കുറിച്ചും അങ്ങയെ അലട്ടുന്ന ദോഷങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 2026-ലെ പൊതുവായ ഭാഗ്യവും സമയവും. അശ്വതി നക്ഷത്രക്കാർക്ക് മേടക്കൂറ് ഈ വർഷം മിശ്രഫലമാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുമ്പോൾ മറ്റു ചിലതിൽ കരുതൽ ആവശ്യമാണ്. ഭാഗ്യം എപ്പോൾ തെളിയും? ഈ വർഷം ജൂൺ മാസത്തിനു ശേഷം നിങ്ങളുടെ രാശിയിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുവരെ പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കാൻ അല്പം താമസം നേരിട്ടേക്കാം. സാമ്പത്തികാവസ്ഥ. രാഹു 11ാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ നൽകും. അപ്രതീക്ഷിതമായി പണം വന്നുചേരാൻ ഈ സമയം സഹായിക്കും. എന്നാൽ ശനി 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. തൊഴിൽ. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല സമയമാണ്. ബാധദോഷം ബാധിക്കുമോ? അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. സാധാരണഗതിയിൽ കേതുവിന്റെ സ്വാധീനമുള്ളവർക്ക് മാനസികമായ ആശങ്കകളും അനാവശ്യ ഭയവും ഉണ്ടാകാറുണ്ട്. ഇതിനെ ബാധ ആയി തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിലവിൽ ശനി 12ൽ നിൽക്കുന്നതുകൊണ്ട് 7 ശനി തുടങ്ങുന്ന ഘട്ടം മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥതയോ കാര്യങ്ങൾ തടസ്സപ്പെടുന്നതുപോലെ തോന്നുകയോ ചെയ്തേക്കാം. ഇതൊരു ബാധദോഷമല്ല, മറിച്ച് ഗ്രഹനിലയിലെ മാറ്റങ്ങൾ മൂലം സംഭവിക്കുന്നതാണ്. കൃത്യമായ പ്രാർത്ഥനയിലൂടെയും ഭജനത്തിലൂടെയും ഈ നെഗറ്റീവ് ഊർജ്ജത്തെ മറികടക്കാൻ സാധിക്കും. ഇഷ്ടദൈവം. അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ദൈവങ്ങൾ താഴെ പറയുന്നവരാണ്. 1. ഗണപതി. അശ്വതിയുടെ അധിപനായ കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതി ഭജനം അത്യാവശ്യമാണ്. 2. സുബ്രഹ്മണ്യസ്വാമി. മേടക്കൂറിന്റെ അധിപൻ ചൊവ്വയായതിനാൽ സുബ്രഹ്മണ്യ ഭജനം ശത്രുദോഷം മാറാനും കാര്യവിജയത്തിനും ഉത്തമമാണ്. 3. അശ്വിനി ദേവന്മാർ. നക്ഷത്രദേവതമാരായ അശ്വിനി ദേവന്മാരെ സ്മരിക്കുന്നത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും. ഏതൊക്കെ അമ്പലങ്ങളിൽ പോകണം? വിശേഷപ്പെട്ട വഴിപാടുകളും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളും. ഗണപതി ക്ഷേത്രങ്ങൾ. എല്ലാ മാസവും നക്ഷത്രം വരുന്ന ദിവസം ഗണപതിക്ക് കറുക ഹോമം അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ. ഷഷ്ടിവ്രതമെടുക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നതും ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങൾ. മനസ്സിനെ അലട്ടുന്ന ഭയവും ദോഷങ്ങളും മാറാൻ ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലിയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തുക. ഹനുമാൻ ക്ഷേത്രം. ശനിദോഷത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ചാർത്തുന്നതും വടമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. അശ്വതിക്കാർക്ക് പൊതുവെ കേതുദശയോ അല്ലെങ്കിൽ കേതുവിന്റെ അപഹാരമോ ഉള്ള സമയമാണെങ്കിൽ ഒരു വൈഡൂര്യം കാറ്റ്സൈ മോതിരം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. ഒരു ജ്യോത്സ്യനെ കണ്ട് ഗ്രഹനില പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഈ വർഷം കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും കൂടെയുണ്ടെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. അശ്വതി നക്ഷത്രക്കാർക്കും നിലവിലെ ശനിദോഷ ശമനത്തിനുമായി ജപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ താഴെ നൽകുന്നു. ഇവ ഭക്തിപൂർവ്വം നിത്യവും ജപിക്കുന്നത് ഗുണകരമായിരിക്കും. 1. ഗണപതി മന്ത്രം. വിഘ്നങ്ങൾ മാറാൻ. അശ്വതിയുടെ അധിപനായ കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതി ഭജനം അത്യന്താപേക്ഷിതമാണ്. മന്ത്രം ഓം ഗം ഗണപതിയേ നമഃ. ഫലം. ചെയ്യുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങാനും മാനസികമായ വ്യക്തത ലഭിക്കാനും ഇത് സഹായിക്കും. 2. സുബ്രഹ്മണ്യ മന്ത്രം. ധൈര്യത്തിനും വിജയത്തിനും. മേടക്കൂറിന്റെ അധിപൻ ചൊവ്വയായതിനാൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് ഊർജ്ജസ്വലത നൽകും. മന്ത്രം ഓം ശരവണഭവായ നമഃ. ഫലം. ശത്രുദോഷം അകറ്റാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഉത്തമം. 3. കേതു ഗായത്രി. നക്ഷത്രദോഷത്തിന്. അശ്വതി നക്ഷത്രത്തിന്റെ അധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്താൻ മന്ത്രം ഓമിത പ്രഭായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത്. ഫലം. അകാരണമായ ഭയവും ആശങ്കകളും മാറാൻ സഹായിക്കും. 4. ഹനുമാൻ മന്ത്രം. ശനിദോഷ ശമനത്തിന്. നിലവിൽ ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ 7 ശനിയുടെ തുടക്കം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ്. മന്ത്രം ഓം ഹം ഹനുമതേ നമഃ. ഫലം. ഗ്രഹദോഷങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയാനും സംരക്ഷണം ലഭിക്കാനും. 5. സംരക്ഷണ മന്ത്രങ്ങൾ. ബാധ നെഗറ്റീവ് ഊർജ്ജം മാറാൻ മനസ്സിലെ ഭയം മാറ്റാനും പോസിറ്റീവ് ഊർജ്ജം നിലനിർത്താനും താഴെ പറയുന്നവയിൽ ഒന്ന് ജപിക്കാം. ഭദ്രകാളി മന്ത്രം ഓം ഹ്രീം ഭദ്രകാള്യൈ നമഃ. വരാഹി മന്ത്രം ഓം ശ്യാമളായൈ വിദ്മഹേ ഹലഹസ്തായൈ ധീമഹി തന്നോ വാരാഹി പ്രചോദയാത്. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സമയം. ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്കു കൊളുത്തിവെച്ച് ജപിക്കുന്നത് ഉത്തമം. എണ്ണം. ഓരോ മന്ത്രവും 9, 27 അല്ലെങ്കിൽ 108 തവണ വീതം ജപിക്കാം. ശുദ്ധി. ശാരീരികവും മാനസികവുമായ ശുദ്ധിയോടെ വിശ്വാസപൂർവ്വം ജപിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദേവതയെ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ മന്ത്രങ്ങളോ ജപക്രമങ്ങളോ നിങ്ങൾക്കറിയണോ? വീഡിയോ കണ്ടതിനു നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇതെത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്.
അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.